പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെ ഇടപ്പള്ളി ശ്മശാനത്തിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ മൃതദേഹം സംസ്കരിച്ചത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. രാവിലെ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലും തുടർന്ന് മാമംഗലം മങ്ങാട്ട് റോഡിലെ നീരാഞ്ജനം വീട്ടിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ആയിരങ്ങളാണ് രാമചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. ശ്മശാനത്തിലേക്കുള്ള യാത്രയ്ക്കിടയിലും നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ പി രാജീവ്, AK ശശീന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഗവർണർ രാജേന്ദ്ര അർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ബുധനാഴ്ച രാത്രി 8-ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം റിനെ മെഡിസിറ്റി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. വർഷങ്ങളോളം നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 5 വർഷം മുമ്പാണ് രാമചന്ദ്രൻ നാട്ടിലെത്തിയത്. തുടർന്ന് പൊതുപ്രവർത്തനവും ചെറിയ ബിസിനസ്സുമായി മാമംഗലത്തായിരുന്നു താമസം. ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ മകൾ ആരതിക്കും പേരക്കുട്ടികൾക്കുമൊപ്പം രാമചന്ദ്രനും ഭാര്യ ഷീലയും അവധി ആഘോഷിക്കാനായി 21-ന് രാവിലെയാണ് കാശ്മീരിലേക്ക് പോയത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.